മാന്നാറിലെ കൊലപാതക കേസിലെ 3 പ്രതികളെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ശേഷം 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് നടപടി. അതേസമയം കൊല്ലപ്പെട്ടത് മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നും കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കും പങ്കുണ്ടെന്നും എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. അതിനിടെ കലയുമായി ബന്ധമുണ്ടായിരുന്ന ആലപ്പുഴ കൂട്ടംപേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. 2009 ഡിസംബർ ആദ്യ ആഴ്ച തട്ടാരമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസ് നിഗമനം. ഭർത്തൃവീട്ടിൽ നിന്ന് പോയ എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. ജോലിക്കായി പോയി 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. യാത്രാമധ്യേയാണ് കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനത്തിന് കാരണം. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇയാളെ കേസിലെ 4ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രമോദ് മർദ്ദിച്ചിരുന്നു. കലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രമോദ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതി കാറിലാണെന്നും എഫ്ഐആറിലുണ്ട്. 2ാം പ്രതി ജിനു കൊലപ്പെടുത്തിയ സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകമെന്നാണ് നിഗമനമെങ്കിലും കൃത്യത്തിനായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം പ്രതികളെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ കേരളത്തിലുള്ള മുഴുവൻ വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളിലും ഒക്കെ വന്ന ഒരു വാർത്തയാണ് ഈ ബോഡി ഇത് ഒരു സെപ്റ്റിക് ടാങ്കിൽ കൊന്ന് അതിനുശേഷം സെപ്റ്റിക് ടാങ്കിൽ അവരുടെ വീട്ടിലുള്ള സെപ്റ്റിക് ടാങ്കിന് അകത്ത് കുഴിച്ചിട്ടു അല്ലെങ്കിൽ മറവ് ചെയ്തു എന്ന് പറയും. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും, അത്തരത്തിൽ ഒരു തെളിവ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും പോലീസ് റിമാൻഡ് ആപ്ലിക്കേഷനകത്തോ കസ്റ്റഡി ആപ്ലിക്കേഷനകത്തോ രേഖപ്പെടുത്തി. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്നലെ നടന്നുവെന്ന് പറയുന്ന ഒരു തെളിവെടുപ്പ് ഫലത്തിൽ യാതൊരുവിധ പ്രയോജനമില്ലാത്തതായ ഒരു സംഗതിയായിട്ടാണ് പോലീസിനും ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫർദറായുള്ള അന്വേഷണം നടത്തി നിയമപരമായി ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ കേസിലെ 1ാം പ്രതിയായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്നത്തേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തതയില്ല. ജനം, ആലപ്പുഴ.